മക്കളെ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു വലിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഗ്രാഫിന്റെ പാർട്ടിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാഫിന്റെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ, അതൊക്കെ നല്ല രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും. മക്കളെ ഗ്രാഫിന്റെ പാർട്ടിൽ നിന്ന് നമുക്ക് പല ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ അകത്തുള്ള ഗ്രാഫുകൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ഇതിന്റെ അകത്തൊക്കെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? അതായത് ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ സ്പെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എന്നാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രോ ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത്, അതായത് ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മൾ ചെയ്യുന്നത് y ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമും നമ്മൾ വരയ്ക്കണം. ഓക്കെ, സോ y ആക്സിൽ ആരാണ്? പൊസിഷൻ. എക്സ് ആക്സിൽ ആരാണ്? ടൈം ആണ്. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ബോഡി മൂവ് ചെയ്യുന്നത് യെസ് ഫസ്റ്റ് കേസ് യൂണിഫോം എന്താണ്? വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയായിരിക്കും? ഈക്വൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കണം അല്ലെ? ഈക്വൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അപ്പം ഇതാണ് യൂണിഫോം മോഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ യൂണിഫോം വെലോസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റും ഇവിടെ ടൈമും ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? യൂണിഫോം വെലോസിറ്റി എന്ന് പറയും, യൂണിഫോം മോഷൻ എന്ന് പറയും. ഓക്കെ, സെയിം ആൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്, ഇങ്ങോട്ടേക്ക് അല്ലെ? നേരത്തെ ഗ്രാഫ് അങ്ങോട്ടാണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങോട്ടേക്കാണ്. ഇത് യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ബിക്കോസ് നമ്മൾ ഇവിടെ y ആക്സിൽ എടുക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് എടുത്താൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മൈനസ് ആയിട്ട് എടുക്കണം. സോ ഗ്രാഫ് ഇങ്ങോട്ടേക്കായിരിക്കും. ഇനി ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ടാവുക? കാരണം ഞാനിപ്പോ റെസ്റ്റിൽ നിൽക്കുകയാണ്, എന്റെ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ പറയും പൊസിഷനിൽ മാറ്റമില്ല. ആർക്ക് മാറ്റമില്ല? പൊസിഷനിൽ മാറ്റമില്ല. പൊസിഷനിൽ മാറ്റമില്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും, കോൺസ്റ്റന്റ് പൊസിഷൻ തന്നെ ആയിരിക്കും. സമയം മുമ്പോട്ട് പോകുന്തോറും ബോഡിന്റെ പൊസിഷൻ മാറുന്നില്ല. അപ്പം പൊസിഷനിൽ ഇവിടെ മാറ്റില്ല. ആർക്ക് മാത്രമേ മാറ്റുള്ളൂ? അപ്പം ഇതാണ് നമ്മുടെ റെസ്റ്റിൽ നിൽക്കുന്ന ബോഡിയുടെ ഗ്രാഫ് വരുന്നത്. അപ്പൊ ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡിയുടെ ഗ്രാഫ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. മനസ്സിലാക്കി വെക്കുക. വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? ഇവിടെ നോക്കാം. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ്. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ? ചരിവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ y/x ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. y ആക്സിൽ ഉള്ളത് പൊസിഷൻ, x ആക്സിൽ ഉള്ളത് ടൈം. അപ്പം x ഡിവൈഡഡ് ബൈ t ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അതാണ് ഇവിടെ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമ്മൾക്ക് കിട്ടുന്നത് വെലോസിറ്റി ആണ്. സോ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. സാർ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ വെലോസിറ്റി കിട്ടും എന്ന് മനസ്സിലാക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി. അടുത്ത ഗ്രാഫിലേക്ക് പോവാണ്. ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഇതാണ് ചോദ്യം. എന്താണ് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ? ശരിക്കും ഞാൻ ഈ ഗ്രാഫ് തൊട്ട് മുമ്പുള്ള കണ്ടന്റ് കണ്ട കുട്ടികൾക്ക് അറിയാം. ഈ ഒരു ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം എന്ത് വേണമെന്നാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ഇവിടെ വെലോസിറ്റിയും ഇവിടെ ടൈമും. ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ, പോസിറ്റീവ് ആക്സിലറേഷൻ, അതായത് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. നമുക്ക് ഈ ഗ്രാഫ് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഇപ്പൊ ഞാനിവിടെ കാണിച്ച ഈ ഒരു രീതിയും നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സാർ ഇങ്ങനെ വരയ്ക്കുന്നത് മാത്രമാണോ ശരി? അല്ല, നമുക്ക് ഇത് വേണമെങ്കിൽ ഇനീഷ്യലി കുറച്ച് വെലോസിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, ഇനീഷ്യലി കുറച്ച് വെലോസിറ്റി ഉണ്ട് എന്നുള്ള ആ ഒരു അസംഷനിൽ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണിത്? യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. നമുക്കറിയാം ഗ്രാഫ് വെലോസിറ്റിയും ടൈമും തമ്മിലാണ്. ഗ്രാഫ് ആരൊക്കെ തമ്മിലാണ്? വെലോസിറ്റിയും ടൈമും തമ്മിലാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്.
സോ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാ സമയം മുമ്പോട്ട് പോകും തോറും വെലോസിറ്റി എന്ത് ചെയ്യുന്നു? യെസ്, നെഗറ്റീവായിട്ട്, അതായത് നെഗറ്റീവായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ, ആദ്യം ഉണ്ടായിരുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഗ്രാഫ് താഴേക്ക് വരയ്ക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്രാഫുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഈ ഒരു ഗ്രാഫിന്റെ രീതി ഇങ്ങനെയാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു, ആ കല്ല് താഴേക്ക് വീഴുന്നു. അതൊന്ന് ഗ്രാഫിക്കലി എങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യും? അതെങ്ങനെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാം? വളരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു കല്ലെടുത്ത് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് അത് താഴേക്ക് വരുന്നത് എങ്ങനെ നമ്മൾ കാണിക്കും എന്ന് ചോദിച്ചാൽ, അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ, ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞിട്ട് അതിന്റെ ഗ്രാഫ് നമ്മളോട് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒന്നും ആലോചിക്കണ്ട, നമ്മൾ ഇതേപോലെ നമ്മുടെ ഗ്രാഫ് വരയ്ക്കാം. ഈ ഗ്രാഫിനകത്ത് നിന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇത് വെലോസിറ്റി ആണ്. അപ്പൊ ഇത് -v എന്ന് കൊടുക്കാം. ഇത് 0 ആണ്. ഇത് നമുക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും? ഇത് നമ്മുടെ ടൈം ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? യെസ്. ഞാനൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. അപ്പൊ ഇനീഷ്യലി നല്ല വെലോസിറ്റി ഉണ്ടാവും അല്ലെ, ഇനീഷ്യലി നല്ല വെലോസിറ്റി ഉണ്ടാവും. സമയം മുമ്പോട്ട് പോകും തോറും ആ വെലോസിറ്റി കുറഞ്ഞു 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 വരും. സോ ഇനീഷ്യലി നല്ല വെലോസിറ്റി ഉണ്ട്, സമയം മുമ്പോട്ട് പോകും തോറും ആ വെലോസിറ്റി കുറഞ്ഞു 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 കുറഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തി. ഈ സമയമാകുമ്പോഴേക്കും ഏറ്റവും ടോപ്പിലെത്തി. ഇനി എന്ത് ചെയ്യും? അത് വീണ്ടും താഴേക്ക് വീഴും. അപ്പൊ നമ്മൾ ഇനീഷ്യലി നല്ല വെലോസിറ്റിയിൽ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് മുകളിലേക്ക് പോയി 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 അതിന്റെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ എന്താവും? 0 ആകും. സോ ഗ്രാഫ് ഇവിടെ എത്തുമ്പോൾ 0 ആയി അല്ലെ. ടൈമാണ്, ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ടൈം ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ 0 ആയി. ഇനി ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? താഴേക്ക് വീഴാണ്. അപ്പം താഴേക്ക് വീഴുമ്പോൾ വീണ്ടും അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഇതാണ് ആ ഒരു ഗ്രാഫ്. സോ നന്നായിട്ട് മനസ്സിലാക്കണം, ഇത് എന്ത് ഗ്രാഫാണ്? ഇത് ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ് വരച്ചിട്ടുള്ളത്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞ് അത് താഴേക്ക് വീഴുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ്. പക്ഷേ ഇതേ കേസിൽ നമ്മൾ ഒരു സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിലോ, y ആക്സിസും x ആക്സിസും. സോ ഇതിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, സ്പീഡ് ടൈം ഇയാൾ നെഗറ്റീവ് ആകുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നെഗറ്റീവ് ആക്സിസ് ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇത് നെഗറ്റീവ് ആകില്ല. അപ്പൊ ഇതുവരെ മതി. അപ്പൊ കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഇനീഷ്യലി നല്ല സ്പീഡിലാണ് എറിയുന്നത്. ഏറ്റവും ടോപ്പിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അതിന്റെ സ്പീഡ് 0 ആയി. വീണ്ടും താഴേക്ക് വരുമ്പോൾ അതിന്റെ സ്പീഡ് കൂടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുക. ബിക്കോസ് താഴേക്ക് പോവാത്തത് സ്പീഡ് എന്തല്ല, സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നെഗറ്റീവ് സൈൻ അതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഈ ഒരു ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്താണ് എന്റെ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമ്മൾ പഠിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ്, ഇയാളുടെ കേസ് നമ്മൾ പഠിച്ചു. എന്താണ് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്ന? പോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് നമ്മൾ പഠിച്ചതാണ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് അല്ല, വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ്. അതൊന്നും നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ സാർ വി നീഡ് ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര ആളുകൾ ഇത് കമന്റ് ചെയ്യുന്നുള്ളത്. റെഡി? ഓക്കെ.